മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മുടെ കേരളം ഭരിക്കുന്ന ഒരു മന്ത്രി അറിഞ്ഞിരിക്കുന്ന ഒരു വരിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി പത്രവും അദ്ദേഹത്തിൻ്റെ പാർട്ടി ചാനലും എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെത്താനെ മനസ്സിലാക്കാം. എന്നിട്ട് ഞാനിത് വായിക്കാം. വിലയിരുത്തണില്ല. മാധ്യമ ധാർമ്മികത തകർക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തണം. ആരാണ് പറഞ്ഞത് എന്ന് ഞാൻ പറയണില്ല. മാധ്യമരംഗത്തെ ധാർമ്മികതയെ തകർക്കുന്ന നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തണമെന്ന് ഇന്ന മന്ത്രി 2015 സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആത്മാഭിമാനവും ധാർമ്മികതയും ഒരുപോലെ ഉയർത്തിപ്പിടിക്കേണ്ട രംഗമാണ് ഈ മാധ്യമ പ്രവർത്തനം. ധാർമ്മികത ചോർന്നു പോയാൽ ആത്മാഭിമാനം പോകും. ഒരാൾ ചെളിക്കുണ്ടിൽ വീണാൽ ഈ രംഗം മൊത്തം ജീർണത ബാധിച്ചതായിട്ട് ചിത്രീകരിക്കപ്പെടും. ഇത് അനുവദിക്കരുത്. ആരായി ധാർമ്മികത പറയാൻ യോഗ്യതയുള്ള ആൾക്കാർ? അവരുടെ പത്രങ്ങളിലൂടെയും അവരുടെ ഇലക്ട്രോണിക് മീഡിയയിലൂടെയും വരുന്നതിൽ ധാർമ്മികത 7 അയൽവക്കത്ത് കൂടെ പോയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന മന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല ഈ അവാർഡ് കൊടുക്കാൻ ഇദ്ദേഹത്തിനെ വിളിച്ചത്. കേട്ടുകേൾവികളുടെയും വ്യാജ ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിൽ വാർത്തകൾ ചമയ്ക്കുന്നത് ഗുണകരമല്ല. ആരാ അങ്ങനെ ചെയ്യുന്നത്? ഇന്ന് മാതൃഭൂമിയും മനോരമയും മാധ്യമം പത്രം ഉൾപ്പെടെ അവരുടെ ചാനലുകൾ ഉൾപ്പെടെ സത്യസന്ധമായിട്ടുള്ള വസ്തുതകൾ എണ്ണി പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഓപ്പോസിറ്റായിട്ട് എത്ര വികൃതമായിട്ടുള്ള രീതിയിലാണ് ചില പാർട്ടി മാധ്യമങ്ങൾ പറയുന്നത്. അത് പറയുന്ന ഇതിന് അനുവാദം കൊടുത്ത വ്യക്തി തന്നെ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുക. പുതിയ തലമുറയ്ക്ക് മുതിർന്ന പത്രപ്രവർത്തകർ ഈ രംഗത്ത് പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കണം. ഈ രംഗത്തുള്ളവർക്ക് ധാർമ്മികതയെക്കുറിച്ച് 100% അറിയാം. ഇന്ന് ധാർമ്മികത ഇല്ലാത്ത പത്രമാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ തനി രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലുള്ള തറ രാഷ്ട്രീയം കളിക്കുന്നവരാണ്. അവരെയല്ലേ ആദ്യം തിരുത്തേണ്ടത്. നാടിൻ്റെ അഭിവൃദ്ധിക്ക് പ്രയോജനപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കാൻ മാധ്യമ മേഖലയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ പാർട്ടിക്കാർക്കും ഈ ഭരിക്കുന്നവർക്ക് സാധിക്കുന്നുണ്ടോ? ഈ മാധ്യമ പ്രവർത്തകരെയല്ലേ ഒരു ഉജ്ജ്വല മന്ത്രി പച്ച തെറി പറഞ്ഞത് അടുത്ത കാലത്ത്? എന്ത് ഗംഭീരായിട്ടാണ് മാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുന്നത്. നാടിൻ്റെ പുരോഗതിക്ക് സഹായിക്കുന്നുണ്ടോ? നാടിൻ്റെ പുരോഗതിക്ക് സഹായിക്കുന്ന എന്തെങ്കിലും ഇവിടെ മുമ്പോട്ട് പോകാൻ ഇത്രയും കാലമായിട്ട് അനുവദിച്ചിട്ടുണ്ടോ? ഇവിടെ സമരവും ലോക്കൗട്ടും തുറപ്പിക്കലും അടപ്പിക്കലും അതൊക്കെ ഒരു ഉത്സവത്തിൻ്റെ ലഹരിയിലൂടെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരങ്ങളിലെ ചർച്ചകൾ സമൂഹത്തിന് എന്ത് നൽകുന്നുണ്ടെന്ന് ചിന്തിക്കണം. അല്ല, ഈ പാർട്ടി ഓഫീസിലെയും മന്ത്രിമാരുടെയും ചർച്ചകൾ ഈ രാഷ്ട്രത്തിന് എന്താ നൽകുന്നതെന്ന് കൂടി ഒന്ന് ചിന്തിക്കണ്ടേ? കഴിഞ്ഞ കാലത്ത് ചെയ്ത തെറ്റുകൾ മുഴുവൻ ആവർത്തിച്ച് പറയുക, എന്നിട്ട് പുതിയ പുതിയ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, എന്നിട്ട് അടുത്ത് ചെയ്യാനുള്ള തെറ്റ് ഏതാണെന്ന് തീരുമാനിക്കുക, എന്നിട്ട് ആ തെറ്റ് ചെയ്തതിന് ശേഷം അന്ന് ചെയ്തത് തെറ്റായി എന്ന് പിന്നീട് പറയുക. എന്തിനാണ് ഈ വൈകുന്നേരങ്ങളിൽ വല്ല പകൽ മുഴുവനും ഈ ചർച്ച ചെയ്യുന്നതെന്ന് ചിന്തിച്ചൂടെ? എന്തിന് സമയം പാഴാക്കുന്നു എന്ന് സമൂഹം ചോദിച്ചു തുടങ്ങി. അത് നിങ്ങളെക്കുറിച്ചാ. എന്തിനാ സമയം ചെലവഴിക്കുന്നതെന്ന് ചോദിച്ചു തുടങ്ങിയത് ആരെക്കുറിച്ചാണെന്നുള്ളത് ജനങ്ങൾക്കറിയാലോ. ഈ തിരിച്ചറിവ് വ്യാപകമായാൽ എന്താകും സ്ഥിതി? നമ്മുടെ പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാതായതുപോലെ കേരളത്തിലും ഇല്ലാതെയാകും. വളരെ സിമ്പിളല്ലേ ആൻസർ? അതുകൊണ്ട് സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ചർച്ച നടത്തണം. മന്ത്രി പറഞ്ഞു. സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഏതാ ഇവിടെ ഉള്ളത്? ഓരോ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ലോ അക്കാഡമി, ജിഷ, അതിനുശേഷം നമ്മുടെ ടോംസ് കോളേജ്, അതിനുശേഷം നെഹ്റു കോളേജ്, അതിനുശേഷം മഹിജ, അതിനുശേഷം അതിനു മുമ്പ് 500-ൻ്റെ 1000-ൻ്റെ നോട്ട്, അതിനു മുമ്പ് കോപ്പറേറ്റീവ് ബാങ്ക്, ഇപ്പോൾ പുതിയത് കുരിശുമാറ്റൽ, പിന്നെ RSSൻ്റെ അജണ്ട,
അത് കഴിഞ്ഞപ്പോഴത്തേക്കും കളക്ടറുടെ പിണ്ണം വയ്ക്കല്, ഇങ്ങനെ എല്ലാമായിട്ടല്ലേ നടക്കണേ. ഇത് നാടിന് പുരോഗമനം ഉണ്ടാക്കുന്ന ഏതെങ്കിലും വിഷയമാണോ? ഇന്നലെ ഉണ്ടായത് മറക്കാൻ ഇന്ന് പുതിയതുണ്ടാക്കുക, പുതിയതിനെ മറക്കാൻ അടുത്തത് പുതിയതുണ്ടാക്കുക. മാധ്യമപ്രവർത്തകരുടെ പെൻഷൻ പാസ്ബുക്കിൻ്റെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. നന്നായി. അക്കാരണം കൊണ്ടൊന്നും ഇനി മാധ്യമക്കാര് അനുഗ്രഹിക്കാനൊന്നും പോകുന്നില്ല. അവർക്ക് നല്ല വകതിരിവുണ്ടായിട്ടുണ്ട്. വികസനോന്മുഖ റിപ്പോർട്ടിങ്ങിന് ടി സോമൻ അതിനെ കുറേ പേരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കാൻ നമുക്കും നമ്മുടെ പാർട്ടിക്കും നേരത്തെ അറിയാൻ അടിച്ചു പുറത്തേക്ക് വിടുന്നതൊന്ന് വായിച്ചാൽ നല്ല രസാ. മറ്റെല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും പൊതുജനവും ഒരു വശത്ത്, 1-2 പത്രവും മാധ്യമവും ഭരിക്കുന്നവരും മറ്റൊരു വശത്ത്. എങ്ങനെയുണ്ട് ഇന്നലെ ടി പി സെൻകുമാറിൻ്റെ വിധിയെക്കുറിച്ച് മാതൃഭൂമി എഴുതി, മനോരമ എഴുതി, മംഗളം എഴുതി, മാധ്യമം എഴുതി. എങ്ങനെയുണ്ട് അതൊക്കെ? അതിന് മുമ്പിലത്തെ ദിവസം കുരിശ് കൃഷിയെക്കുറിച്ചിട്ട് ഡെപ്യൂട്ടി കളക്ടറെ അഭിനന്ദിച്ചുകൊണ്ട് എന്ത് ഗംഭീരമായിട്ട് പത്രമാധ്യമങ്ങൾ, അത്ര ഗംഭീരമായിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് IAS സെക്കൻഡ് റാങ്ക് വാങ്ങിച്ച കുട്ടിയോട് വാങ്ങിച്ച ഡെപ്യൂട്ടി കളക്ടറെ കാണിച്ചു കൂട്ടിയ ചങ്കൂറ്റത്തെ അഭിനന്ദിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് ആരെങ്കിലും എഴുതിയോ? ഒരു പത്രം മാത്രം എഴുതി RSSന്റെ അജണ്ട ഡെപ്യൂട്ടി കളക്ടർ നടപ്പാക്കുന്നു. അവനവന് പരാജയവും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം RSSന്റെ തലയിൽ വയ്ക്കുക. ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ? നിങ്ങളുടെ മക്കളും ഭാര്യയും തന്നെ വിശ്വസിക്കും, നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ വിശ്വസിക്കും. ഏതായാലും ഉപദേശം കൊടുത്തത് നന്നായി. വലിയ ചെലവൊന്നും ഇല്ലാത്ത കാര്യമാണല്ലോ. പ്രണാമം, നമസ്കാരം.